ടർക്കിഷ് എഗ്സ് അല്ലെങ്കിൽ ചിൽബ് വളരെ പോപ്പുലർ ആയിട്ടുള്ള ടർക്കിഷ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ടർക്കിഷ് എഗ്സ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഗ്രീക്ക് യോഗേർട്ട് ആണ് സാധാരണ ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ കേരളത്തിൽ കിട്ടാത്തതുകൊണ്ട് നമ്മുടെ സാധാരണ തൈര് അരിപ്പയിൽ ഒരു 3 മണിക്കൂർ ഇട്ട് വെക്കുക. അപ്പോഴത്തേക്ക് അതിൻ്റെ വെള്ളം മാറി തിക്കായിട്ടുള്ള കേട് കിട്ടും. അതാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടെ എടുത്തേക്കുന്നത് 1 കപ്പ് കേടാണ്. 1 കപ്പ് കേട് നമ്മൾ ഹാങ് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടുന്ന ഒരു 1/2 കപ്പോ 3/4 കപ്പോ കേടായിരിക്കും കിട്ടുക. അപ്പം ആദ്യം നമുക്ക് യോഗേർട്ട് മിക്സ്ചർ ഉണ്ടാക്കണം. നമ്മളിത് സെർവ് ചെയ്യുന്ന ടർക്കിഷ് എഗ്സ് സെർവ് ചെയ്യുന്ന ഒരു യോഗേർട്ട് മിക്സ്ചർ ഉണ്ടാക്കും. അതിൻ്റെ മേലെ നമ്മൾ പോച്ച്ഡ് എഗ്ഗ് വെക്കും. അതിൻ്റെ മേലെ ഒരു ചില്ലി ബട്ടർ ഒഴിച്ചിട്ടാണ് ഇത് സെർവ് ചെയ്യുക. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ആ കേർഡ് മിക്സ്ചറാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഒരു 3/4 കപ്പ് ഹങ് കേർഡ് എടുത്തേക്കുന്നത്. വെള്ളം കളഞ്ഞ തൈര് അല്ലെങ്കിൽ ഗ്രീക്ക് യോഗേർട്ട് ഉപയോഗിക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു വെളുത്തുള്ളി ഒന്ന് ചിരണ്ടിയിടാം. ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് 1/8 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/8 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂണിൻ്റെ പകുതിയാണ് 1/8 ടീസ്പൂൺ. വെള്ളം കളഞ്ഞ തൈരിലേക്ക് കുറച്ച് ഉപ്പ്, കുരുമുളക് പൊടി, അതേപോലെ തന്നെ ഒരു വെളുത്തുള്ളി ചിരണ്ടിയിട്ടും ഇട്ടു. ഇനി നമുക്കിതിനകത്ത് ചേർക്കാനുള്ള ഡിൽ ലീവ്സ് ആണ്. ഇതാണ് ഡിൽ ലീവ്സ്. ഇപ്പം ഇഷ്ടംപോലെ നമുക്ക് സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ അവൈലബിൾ ആണ്, വാങ്ങിക്കാൻ കിട്ടും. നല്ലൊരു ഫ്ലേവർ കൊടുക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് ഇത് ചോപ്പ് ചെയ്തിട്ട് വേണം ചേർക്കാൻ. അപ്പം ഡിൽ ലീവ്സ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് 1-2 ടേബിൾ സ്പൂൺ ഫൈൻ ചോപ്പ് ചെയ്ത് ചേർക്കുക. അപ്പം അതിൻ്റെ കമ്പ് പോലുള്ള ഭാഗങ്ങൾ, തണ്ട് ഭാഗം റിമൂവ് ചെയ്തിട്ട് ഇല മാത്രം മതി. ഇത് നമുക്ക് തൈരിലേക്ക് ചേർക്കാം. ഇപ്പം സാധാരണ ടർക്കിഷ് എഗ്സ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഗ്രീക്ക് യോഗേർട്ട് ആണ്. അപ്പം നമുക്ക് ഇത് അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ്, ഈസിലി അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഹങ് കേർഡ് യൂസ് ചെയ്തേക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലേവറിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതേപോലെ ചെറിയൊരു പുളിയും കൂടെ കിട്ടണമെങ്കിൽ ഹാലപ്പിനോസ് വേണമെങ്കിൽ ചോപ്പ് ചെയ്തിട്ട് വേണം ചേർക്കാം. അപ്പം ഇതാണ് നമ്മുടെ ടർക്കിഷ് എഗ്ഗിൻ്റെ ബേസ്. ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് മുട്ട പോച്ച് ചെയ്തെടുക്കണം. അപ്പം പോച്ച് ചെയ്യാനായിട്ട് ഞാനൊരു സോസ് പാനിലേക്ക് ഏകദേശം ഒരു 3 ഇഞ്ചോളം വെള്ളം എടുത്തിട്ടുണ്ട്. 3-4 ഇഞ്ച് വെള്ളം എടുക്കുക. വെള്ളം ഒന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പം പോച്ച് ചെയ്യാനായിട്ട് മുട്ട പോച്ച് ചെയ്യാന്ന് പറയുന്നത് നമ്മൾ ചെറിയ ചൂട് സിമ്മറിങ് വാട്ടറിൽ മുട്ട കുക്ക് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഉണ്ണി അത് ഇച്ചിരി റണ്ണി ആയിട്ടായിരിക്കും വരിക. മേലെ സെറ്റായിരിക്കും, അകം റണ്ണി ആയിട്ട് വരും. ആ രീതിയിലാണ് എടുക്കുന്നത്. അപ്പം നമ്മൾ വെട്ടിത്തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇടത്തില്ല. അതിന് പകരം പോച്ച് ചെയ്യുമ്പോൾ എപ്പോഴും സിമ്മറിങ് വാട്ടറിലായിരിക്കണം കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു തള വരാറാകുമ്പോഴത്തേക്ക് നമുക്ക് മുട്ടയിടാം. ഇവിടെ വെള്ളം തിളയ്ക്കാൻ തുടങ്ങി, മുട്ട ഇടാറായി. അതിന് മുമ്പായിട്ട് മുട്ട എടുക്കുമ്പം പോച്ച്ഡ് എഗ്ഗിന് മുട്ട നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും നല്ല ഫ്രഷ് എഗ്സ് ആയിരിക്കണം. നമ്മൾ ഫ്രഷ് എഗ്സ് എങ്ങനെയാണ് ചെക്ക് ചെയ്ത് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഹൗ ടു കുക്ക് എഗ്സ് പെർഫെക്റ്റ്ലി എന്നുള്ള വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും വെള്ളത്തിലിടുമ്പോൾ അത് ഹൊറിസോണ്ടലായിട്ട് ഫ്ലാറ്റായിട്ട് കിടക്കുമ്പോൾ നല്ല ഫ്രഷ് മുട്ടയായിരിക്കും. അങ്ങനത്തെ മുട്ട എടുത്ത് കഴിഞ്ഞാൽ പോച്ച്ഡ് എഗ്ഗ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും. അപ്പം മുട്ട ഇടുമ്പോൾ ഇച്ചിരി പഴയ മുട്ടയാണെങ്കിൽ തന്നെ അതിനകത്ത് വെള്ളം ഒത്തിരി ലൂസായിരിക്കും അതിൻ്റെ വൈറ്റ്. അപ്പോൾ എപ്പോഴും സേഫർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നീറ്റായിട്ട് കിട്ടാനായിട്ട് എപ്പോഴും ഒരു അരിപ്പയിൽ കൂടെ ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കഴിഞ്ഞാൽ ഒത്തിരി ലൂസായിട്ടുള്ള വെള്ളം അങ്ങ് പോയി കിട്ടും. ബാക്കി ഇതിനകത്തേക്ക് ഒഴിക്കാം. ഈ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് വിനീഗർ ഇടുന്നത് മുട്ട ഇവിടെ വൈറ്റ് ഒത്തിരി സ്പ്ലിറ്റായി പോകാണ്ട് ഒന്ന് ഹോൾഡ് ചെയ്യാനായിട്ടാണ്, ഒരുമിച്ചിരിക്കാനായിട്ടാണ്. എന്നാലും നമ്മൾ കുറച്ചൊക്കെ മുട്ടയുടെ വെള്ളം ഇച്ചിരി സെപ്പറേറ്റ് ആവും, അത് കുഴപ്പമില്ല. പക്ഷേ ഫ്രഷ് എഗ്സ് ആണെങ്കിൽ എപ്പോഴും അത് ഹോൾഡ് ചെയ്യും. അപ്പോൾ ഇനി മുട്ട ഇടണം ഇതിനകത്തേക്ക്. തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് സിമ്മർ ചെയ്യുക, തീ ഉറച്ച് വെച്ചിട്ട് നല്ലതായിട്ട് ഇളക്കുക. ഇളക്കുമ്പോൾ ഒരു സ്വേൾ പോലെ ഫോം ചെയ്യും, ഒരു ചുഴലി പോലെ. അപ്പോൾ അതിനകത്തേക്കാണ് നമ്മൾ മുട്ട ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം നമ്മളങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ആ മുട്ടയുടെ ഷേപ്പ് നന്നായിട്ട് കിട്ടാനായിട്ടാണ്. ആ നടുക്കോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് അടച്ച് ഒരു 2 മിനിറ്റ് അടച്ചു വെക്കാം. ഞാനെപ്പോഴും ടൈമർ വെക്കും. 2 മിനിറ്റ്സ് ടൈം വെക്കുക.
അപ്പോൾ 2 തൊട്ട് 2.5 മിനിറ്റ് വരെ. ചിലർക്ക് മുട്ടയുടെ ഉണ്ണി ഇച്ചിരി തിക്കറായിട്ടായിരിക്കും ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ ഒരു 2.5 മിനിറ്റ് വരെ വെക്കാം. ഇപ്പോൾ 2 മിനിറ്റ്സ് ആയി. ഓഫ് ചെയ്യാം. മുട്ട എടുക്കാം. എനിക്ക് നല്ല റണ്ണി ആയിട്ടാണ് ഞാൻ എഗ്ഗ് പ്രിഫർ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് 2 മിനിറ്റ് നമ്മൾ എടുത്തത്. നോക്കിക്കഴിഞ്ഞാൽ അകം നല്ല റണ്ണി എഗ്ഗ് ആയിരിക്കും. ഇത് നമുക്ക് ഇതിൻ്റെ വെള്ളം പോകാനായിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലേക്കോ അല്ലെങ്കിൽ ഒരു കിച്ചൺ ടവലിലേക്കോ വെക്കാം. അപ്പം പോച്ച്ഡ് എഗ്ഗ് റെഡിയാണ്. നമുക്ക് ചേർക്കാനായിട്ടുള്ള യോഗേർട്ട് മിക്സ്ചർ റെഡിയാണ്. ഇനി നമുക്ക് ഒരു ചില്ലി ബട്ടർ ഉണ്ടാക്കിയെടുക്കണം. ഇതിന് കൂടെ സെർവ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഇതിന് കൂടുതലൊരു ഫ്ലേവറിങ് കൊടുക്കാനായിട്ട് നമ്മൾ ഒരു ചില്ലി ബട്ടർ റെഡിയാക്കി എടുക്കാം. നമ്മളിപ്പോൾ ഒരു മുട്ട ചെയ്തുള്ളെങ്കിലും നമ്മുടെ കേർഡ് മിക്സർ ഒരു 3-4 മുട്ട ഉണ്ടാക്കാനായിട്ടുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. ഏകദേശം 4 പോച്ച്ഡ് എഗ്ഗിനുള്ള ഒരു അളവാണ് പറയുന്നത്. പിന്നെ നമ്മുടെ ഈ ചില്ലി ബട്ടർ ചേർക്കുന്നത് എപ്പോഴും നമ്മുടെ പേഴ്സണൽ പ്രിഫറൻസ്. ചിലർക്ക് നന്നായിട്ട് ചില്ലി ബട്ടർ ഉള്ളതായിരിക്കും ഇഷ്ടം. അതിനനുസരിച്ചിട്ട് എടുക്കുക. ഇവിടെ ബട്ടർ നന്നായിട്ട് മെൽറ്റായി കഴിയുമ്പോൾ ഓഫ് ചെയ്യാം. നല്ല ചൂടായി കഴിയുമ്പോൾ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്ത ശേഷം എരിവിന് കണക്കാക്കി നമുക്ക് ചില്ലി ഫ്ലേക്സ് ചേർക്കാം. ഞാൻ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ചേർക്കുന്നത്. അതേപോലെ ഒരു 3/4 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ, ഒരു 1/4 ടീസ്പൂൺ ക്യുമിൻ പൗഡർ. ഇത് മാറ്റി വെക്കുക. നമുക്ക് അസംബിൾ ചെയ്ത് കാണിക്കാം. ഇതൊരു 1 ബിഗ് സ്പൂൺ എടുക്കുക. 1-1.5 സ്പൂൺ എടുക്കുക. സ്പ്രെഡ് ചെയ്യുക. കാണുമ്പോൾ നമ്മൾ ഓർക്കും തൈരും മുട്ടയും കൂടെ എങ്ങനെയാണ് നല്ല കോമ്പിനേഷൻ ആണോ എന്ന് ആലോചിക്കും. വിയേർഡ് കോമ്പിനേഷൻ ആയിട്ട് തോന്നും. പക്ഷെ അങ്ങനെയല്ല, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി പോച്ച്ഡ് എഗ്സ് വെക്കാം. പോച്ച്ഡ് എഗ്ഗിൻ്റെ മേലെ ഒരു പിഞ്ച് ഓഫ് സോൾട്ട് ഇടാം. പിന്നെ ചില്ലി ബട്ടർ അതിൻ്റെ പുറത്തേക്ക് ഒഴിക്കുക. നമ്മളെപ്പോഴും സെർവ് ചെയ്യുന്നത് ടോസ്റ്റഡ് ബ്രെഡിനൊപ്പമാണ്. ഇങ്ങനെയാണ് സെർവ് ചെയ്യുക. ടർക്കിഷ് എഗ്സ് അല്ലെങ്കിൽ ചിൽബർ എന്ന് പറയും. ടർക്കിയിൽ ചിൽബർ എന്ന് പറഞ്ഞ ഫേമസ് പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ ഇതേപോലെയാണ് സെർവ് ചെയ്യുക. നല്ല ടേസ്റ്റിയാണ്. ആ ചില്ലിയുടെ എരിവും ബട്ടറിൻ്റെ ഫ്ലേവറും മുട്ടയും എല്ലാം കൂടെ നല്ലൊരു പെർഫെക്റ്റ് കോമ്പിനേഷനാണ്. സൺഡേസ് ബ്രഞ്ചായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ നല്ലൊരു ഓപ്ഷനാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.